ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആൻഡ്സ് ഫുഡ് കോർണർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്രൗട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു തോരനാണ്. ചെറുപയറും മുതിരയും എള്ളും മുളപ്പിച്ചതിന് ശേഷം അതുകൊണ്ടുണ്ടാക്കുന്ന ഒരു തോരൻ. എന്നാൽ നമുക്ക് തുടങ്ങാം. ഫ്രണ്ട്സ്, ആദ്യമേ തന്നെ 3 ടേബിൾ സ്പൂൺ ചെറുപയർ ഒരു ബൗളിലേക്ക് നമുക്ക് എടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മുതിര എടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് വേണം. ഈ 3 ഫ്രണ്ട്സിനെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം. ഒരു അരിപ്പ എടുത്ത് 3 പേരെ ഷവറിങ് ചെയ്ത് കഴുകിയെടുക്കുക. എന്നിട്ട് ഈ 3 ഐറ്റംസും ബൗളിലേക്ക് തന്നെ ഇട്ട് വെള്ളം ഒഴിച്ച് ഒരു രാത്രി മുഴുവനും കുതിർക്കാനായിട്ട് വെക്കണം. പ്രത്യേകം നോട്ട് ചെയ്തോളൂ, മുടിയുടെ ആരോഗ്യത്തിന് എള്ള് വളരെ നല്ലതാണ്. നെക്സ്റ്റ് ഡേ രാവിലെ ഇത് 3ൻ്റെയും വെള്ളം ഒരു അരിപ്പ ഉപയോഗിച്ച് കളയുക. ചെറുപയർ ആ സെയിം ബൗളിൽ തന്നെ ഇട്ട് വയ്ക്കാം. ഒരു നനവുള്ള തുണിക്കഷ്ണം എടുത്ത് മുതിര അതിലേക്കിടണം. തുണിയിൽ ഈർപ്പം ഉണ്ടാവണം. നന്നായി ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പൊതിഞ്ഞു വെക്കണം. എള്ളിനെയും ഇതുപോലെ നനഞ്ഞ തുണിയിൽ വെക്കാം. പക്ഷേ ഒരു അരിപ്പയിൽ വെച്ച് നനവുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ട് മൂടി വെച്ചാലും മതി. കാരണം എള്ള് വളരെ ചെറുതായതുകൊണ്ട് പിന്നീട് കുക്കിംഗ് ടൈമിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ അരിപ്പയിൽ വെച്ചാൽ എളുപ്പമായിരിക്കും. ഇനിയും കാത്തിരിപ്പിൻ്റെ നാളുകളാണ്. ഒരു നൈറ്റ് അങ്ങനെ തന്നെ വെക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് മുളകളൊക്കെ വന്ന് ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ തന്നെ കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാം. പക്ഷെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് 2 ഡേയ്സ് ആണ്. ബിക്കോസ് എള്ള് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മുളച്ച് കിട്ടും. മുള കൂടുമ്പോൾ ഗുണവും കൂടും. ഒരു ദിവസം കൂടി കഴിയുമ്പോഴേക്ക് ഇത്രയും മുളകൾ വന്നിട്ടുണ്ടാവും. എസ്പെഷ്യലി എള്ള്. കണ്ടോ? കുട്ടികളെ ഇത് കാണിച്ചു കൊടുക്കണം കേട്ടോ. അവർക്കിതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതവും ഒപ്പം ഒരു ലേണിങ്ങും ആയിരിക്കും. അങ്ങനെ ദീർഘമായ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻസ് റെഡിയാണ്. നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ എടുത്ത് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. പാൻ ചൂടായി കഴിഞ്ഞാൽ ആദ്യം ചെറുപയർ ഇട്ട് കൊടുക്കാം. ഈ കുക്കിങ്ങിൽ മുഴുവൻ തീ കൊണ്ടുള്ള നമ്മുടെ കളി ലോ ഫ്ലെയിമിലാണേ. തൊട്ട് പുറകെ തന്നെ മുതിരയും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 100 ml വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിനെ ഒരു 4 മിനിറ്റ് സമയം അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴേക്കും നമുക്ക് വേറൊരു ജോലിയുണ്ട്. ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. 1 പിടി തേങ്ങ ചിരകിയത്, ഒരു പകുതി മുറി തേങ്ങയുടെ പകുതിയിലും താഴെ തിരുമ്മിയെടുത്താൽ മതിയാകും. കൊച്ചുള്ളി ഒരു 5-6 എണ്ണം വേണം. വെളുത്തുള്ളി 2 എണ്ണം. മഞ്ഞപ്പൊടിയും ജീരകവും 1/4 ടീസ്പൂൺ വെച്ച് വേണം. 2 ചെറിയ പച്ചമുളക്, കറിവേപ്പില ഒരു 2 തണ്ട്. ഇത്രയും കൂടി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇടാം. കറിവേപ്പില ഒരു 5-6 ഇലകൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് തോരനിലേക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. 4 മിനിറ്റ് കഴിഞ്ഞാൽ അടപ്പ് തുറന്ന് നമുക്ക് എള്ള് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എള്ള് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം അത് വേവാൻ നമുക്ക് കുറച്ച് സമയം മതി. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് മിക്സിയിൽ ഇതെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്ത് അരപ്പൊന്ന് റെഡിയാക്കി വെക്കണം. പാനിൻ്റെ മൂടി തുറന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ബാക്കി വെച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം തീയിൽ വെച്ച് വേവിക്കണ്ട, ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടമാകും. അങ്ങനെ 3 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ ഡിഷ് സെറ്റായിട്ടുണ്ട്, സ്പ്രൗട്ട് തോരൻ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ എണ്ണ ഒട്ടും തന്നെ ഈ ഡിഷിന് ഉപയോഗിക്കുന്നില്ല. ക്യൂൻ ഓഫ് പൾസസ്, പയർവർഗ്ഗത്തിലെ രാജ്ഞി എന്നാണ് ആയുർവേദത്തിൽ ചെറുപയറിനെ വിശേഷിപ്പിക്കുന്നത്. വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് പയർ വളരെ നല്ലതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിയും ഇമ്പ്രൂവ് ചെയ്യും. ഈ ഭൂമുഖത്ത് വെച്ച് കിട്ടാവുന്നതിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പയർവർഗ്ഗമാണ് മുതിര. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എള്ള്. നല്ല സ്കിൻ കിട്ടുന്നതിനും പ്രായമാകുന്നത് കുറയ്ക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കും. സന്തോഷമായില്ലേ? നിങ്ങളുടെ വൈറ്റമിൻസിൻ്റെ കുറവ് നികത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡിഷ് കൂടിയായിരിക്കും ഇത്. ഇതുണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലൊരു പേര് ആലോചിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യും. അപ്പോൾ ഒരു പുതുസാ ഡിഷോടെ സന്ധിക്കുമ്പോഴേക്കും വണക്കം, ഗുഡ് ബൈ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഈ വിഭവം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റും റെഡ് ഹാർട്ടും ഇടണേ. താങ്ക് യു.